ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ഇത് നമുക്ക് എല്ലാവർക്കും വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നതും. അപ്പോൾ 1 കിലോയുടെ വലിപ്പത്തിലുള്ള കേക്കാണ് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു കേക്ക് ഉണ്ടാക്കുമ്പം ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് കേക്ക് പാൻ തയ്യാറാക്കി വെക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ കേക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. അതിൽ ബേക്കിംഗ് പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു അരിപ്പയിലൂടെ അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാനായിട്ടുള്ള ഈ ഒരു പാത്രം എപ്പോഴും ശ്രദ്ധിക്കണം, അതിലൊട്ടും വെള്ളമയം ഉണ്ടാവാനായിട്ട് പാടില്ല. 250 ml മെഷർമെൻറ്റിൻ്റെ കപ്പിലാണ് ഞാൻ മൈദ എടുത്തിരിക്കുന്നത്. ഇത് കറക്റ്റ് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് കൊക്കോ പൗഡർ, ഇനി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത്രയുമാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി അരിച്ചെടുക്കണം. അപ്പോൾ ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കാം. അപ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോഴേക്കും. അപ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുന്ന പാത്രങ്ങളെല്ലാം നല്ല ഡ്രൈ ആയിരിക്കണം. ആ ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. വെള്ളമയം ഒട്ടും നമ്മുടെ കേക്കിലേക്ക് പറ്റാനായിട്ട് പാടില്ല. അപ്പോൾ ഇങ്ങനെ 3 തവണ അരിച്ചെടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ 3 മുട്ടയാണ്, 1 കിലോ കേക്കിന് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നന്നായിട്ട്. ഹാൻഡ് മിക്സർ വെച്ച് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ഞാൻ. അപ്പോൾ ഹാൻഡ് മിക്സർ ഇല്ലാത്തവർക്കാണെങ്കിൽ പകരം കുറച്ചധികം നേരം ഒരു വിസ്ക് ഉപയോഗിച്ച് ഒന്ന് ഫ്ലഫിയാക്കി എടുത്താൽ മതിയാകും. അപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ കേക്കൊക്കെ കഴുകി പറയാറുള്ളൊരു പരാതിയാണ് മുട്ടയുടെ സ്മെല്ല് വരുന്നു അല്ലെങ്കിൽ ആ മുട്ടയുടെ ഒരു ചൊവയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പം അത് വരാതിരിക്കാനായിട്ട് ഞാനിതിലേക്ക് 1 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. പൈനാപ്പിൾ എസൻസ് കൂടി പോകരുത്, ഒറ്റൊരു ഡ്രോപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഷുഗറാണ് ഈ കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഒരുപാട് വലിയ തരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തതിന് ശേഷം വേണം 1/4 കപ്പ് എടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ചെറിയ തരിയോടുകൂടിയുള്ള പഞ്ചസാര ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഇതുപോലെ തന്നെ അങ്ങനെ അങ്ങ് ചേർക്കുകയാണ് ചെയ്യാറുള്ളത്, പൊടിച്ചെടുക്കാറില്ല അധികം. ആദ്യമേ 1 മിനിറ്റ് നേരം ഈ മുട്ട തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഈ ഷുഗർ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നല്ല ഫ്ലഫി ആയി വരുന്നിടം വരെ നമുക്ക് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ ഹൈ സ്പീഡിലിട്ട് ചെയ്താൽ മതി. അപ്പോൾ ആ 3 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു മുട്ട റെഡിയായി കിട്ടും. ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഷുഗർ ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗൊക്കെ ഇവിടെ നല്ല ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. ഈ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ചേർക്കുമ്പോഴത്തേക്ക് അതങ്ങ് കുറച്ചുകൂടി ലൂസായി പോകുന്നതായിട്ട് തോന്നും, കുഴപ്പമില്ല. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലുകൂടി ചേർത്ത് കൊടുക്കണം. ഈ സമയത്തൊരു ലോ സ്പീഡിൽ ഇട്ട് കൊടുത്താൽ മതി, 1-ൽ ഇട്ട് കൊടുത്താൽ മതി. 1-ൽ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക മാത്രം ചെയ്താൽ മതി. ഒരുപാട് നേരം പിന്നെ ബീറ്റ് ചെയ്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് എന്ന് വെച്ചാൽ സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്യുന്നത് തന്നെയാണ് ഇഷ്ടം. ഈ ഹാൻഡ് മിക്സർ വെച്ച് ഉണ്ടാക്കുന്നതിലും കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഈ സ്പാച്ചിൽ വെച്ച് കേക്ക് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് മിക്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു.
ഇനി ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്യുന്ന ആ സമയത്ത് ഓവൻ പ്രീഹീറ്റ് ചെയ്യാനും കൂടി വെക്കണം. അതല്ല ഓവനകത്തല്ല നമ്മൾ സാധാരണ അടുപ്പയിൽ വെച്ചാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഏത് പാത്രത്തിലാണോ നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ആ പാത്രം 10 മിനിറ്റ് മുൻപെങ്കിലും ചൂടാവാനായിട്ട് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓവനോ പാത്രമോ എന്താണെങ്കിൽ പോലും അത് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷമേ കേക്ക് ഉണ്ടാക്കാനായിട്ട് വെക്കാവുള്ളൂ. അപ്പം ഞാനിവിടെ 180 ഡിഗ്രിയിലായിരുന്നു പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നത്. 10 മിനിറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ കേക്ക് ബാറ്റർ ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം എൻ്റെ ഈ ഓവനിൽ 25 മിനിറ്റ്സ് മതി. 180 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് കൊണ്ട് തന്നെ ബേക്കായി കിട്ടും. ഇതപ്പോൾ 25 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ കേക്ക് ബേക്ക് ആവാനായിട്ട് വെച്ചിട്ട്. അപ്പോൾ അതൊന്ന് പുറത്തേക്ക് എടുത്ത് ബേക്ക് ആയോ എന്നൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു ചെറിയ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുകയാണ്. ഇതിൻ്റെ നടുഭാഗം സാധാരണ കേക്കിൻ്റെ സൈഡ് ഭാഗം ഒക്കെ ആയിരിക്കും പെട്ടെന്നായി വരിക. ആ നടുഭാഗത്താണ് ലാസ്റ്റ് ബേക്കായി വരുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ നടുഭാഗത്താണ് ഒന്ന് ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കുത്തി നോക്കുന്നത്. കേക്ക് കറക്റ്റായിട്ട് പാകമായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ആറിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ചില ഓവനിൽ ഈ കറക്റ്റ് 25 മിനിറ്റ് ആയിരിക്കണം എന്നില്ല. ചില ഓവൻ്റെ വ്യത്യാസം കൊണ്ട് ആ കമ്പനിയുടെ ബ്രാൻഡിൻ്റെ വ്യത്യാസത്തിൽ ടൈമിങ്ങിലുള്ള വ്യത്യാസവും വരാം. അപ്പം ഞാൻ ഈ കേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുമ്പോഴേ നമ്മൾ സ്പോഞ്ച് കേക്കാണ് ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മുടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് ഇപ്പോൾ റെഡിയായി. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം വേണം നമ്മൾ ഐസിങ് ഒക്കെ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ രാത്രിയാണ്, ഞാനിതിപ്പോൾ നാളെയാണ് ഐസിങ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കി നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് 6 മണിക്കൂറായിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊരു 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനത് ഒരുപാട് ലേറ്റ് ആയി പോയതുകൊണ്ടാണ് അത് ബാക്കി അന്നേരം തന്നെ ചെയ്യാതിരുന്നത്. അപ്പോൾ ഇത് 3 ലെയറാക്കി മുറിച്ചുകൊണ്ട് വരാം. അപ്പം 3 ലെയറായിട്ട് കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് ഐസിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് ഒന്നെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീം ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ഇതുപോലെ പൗഡറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇന്നിപ്പോൾ പൗഡറാണ് ഉപയോഗിച്ച് കാണിക്കുന്നത്. കാരണം നമ്മൾ കൂടുതലും വിപ്പിംഗ് ക്രീമാണ് എല്ലാവരും തന്നെ ഉപയോഗിക്കാറുള്ളത്. അപ്പം പൗഡർ ആകുമ്പോഴത്തേക്കും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും കൂടി കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക്. ഈ പ്ലാസ്റ്റിക് പാത്രം അല്ലാതെ നമ്മുടെ കയ്യിലൊരു സ്റ്റീലിൻ്റെ ബൗളൊക്കെ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഈ ബൗളും അതുപോലെ തന്നെ ഹാൻഡ് മിക്സറിൻ്റെ ഈ ബ്ലേഡും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതായിരുന്നു ഒരു മണിക്കൂർ മുൻപ്. അപ്പോൾ അത് രണ്ടും നന്നായിട്ട് തണുത്തിട്ടാണുള്ളത്. 350 ml മിൽക്കാണ് ഈ വിപ്പിംഗ് ക്രീമിനായിട്ട് ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ ഫ്രിഡ്ജിലിരിക്കുന്ന നല്ല തണുത്ത പാല് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഫുൾ ഫാറ്റ് മിൽക്കാണ് ഉപയോഗിക്കുന്നത്. അതും 350 ml ആണ്. 36 ഗ്രാമിൻ്റെ 3 സാച്ചറ്റ് പൗഡറാണ് ഞാൻ ഈ 350 ml പാലിലേക്ക് ഉപയോഗിക്കുന്നത്. ഇനി ഇതൊന്നും ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഹാൻഡ് മിക്സറിലാവുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു 4 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വിപ്പായി കിട്ടും. ആ സമയത്ത് നമ്മൾ സാധാരണ വിപ്പിംഗ് ക്രീം ആകുമ്പോഴത്തേക്കും ഒരു 6-7 മിനിറ്റ് എടുക്കും നന്നായിട്ട് വിപ്പായി വരാനായിട്ട്. പക്ഷേ ഇത് പൗഡർ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി പെട്ടെന്നായി കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ ഷുഗറൊന്നും ചേർക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് ഇതിനൊരു നല്ലൊരു മധുരം ഉണ്ടാവും. അപ്പം കൂടുതലായിട്ട് ഒരുപാട് മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ അളവിൽ അല്ലെങ്കിൽ ടീസ്പൂൺ അളവിൽ ഷുഗർ കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒരു 4 മിനിറ്റ് ആയതേ ഉള്ളൂ. കണ്ടോ, നമ്മുടെ ഈ വിപ്പിംഗ് ക്രീമൊക്കെ നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. നമുക്കത് ഇങ്ങനെ പാത്രം കമിഴ്ത്തി ഇട്ടാൽ പോലും താഴോട്ട് പോവാത്ത രീതിയിലായിരിക്കണം. പിന്നെ കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം അല്ലേ. അപ്പോൾ അതിനായിട്ട് ഈ കേക്ക് സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് ആദ്യമേ ഒരു അല്പം ക്രീം ഒന്ന് തൂത്ത് കൊടുക്കാം. അപ്പോൾ ഏറ്റവും മുകളിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പം ഏറ്റവും മുകളിലുള്ള ആ ഒരു പാർട്ടാണ് നമ്മൾ കേക്കിൻ്റെ ഏറ്റവും താഴെ വെക്കുന്നത്. അപ്പോൾ ഇത് ആ മുകളിലത്തെ നമ്മൾ 3 ലെയറിൽ ഏറ്റവും മുകളിലുള്ള ആ ഒരു ലെയറാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് 1 കിലോയുടെ കേക്കിന് 1 കപ്പ് ഷുഗർ സിറപ്പ് വരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ ഷുഗർ സിറപ്പൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു കേക്ക് അത്രയ്ക്കും നല്ല സോഫ്റ്റായി കിട്ടുന്നത് നമുക്ക്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം നമ്മൾ 2 രീതിയിൽ നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ
പെട്ടെന്ന് തന്നെ അങ്ങ് തൂത്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം റൗണ്ടിലൊന്ന് ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റത്തുള്ളത് കുറച്ച് വലിയൊരു ഹോളാക്കി ഇടണം. എങ്കിലേ കുറച്ച് നല്ല തിക്ക് ക്രീമായിട്ട് വേണം ഇരിക്കാനായിട്ട്. ഒരുപാട് തിൻ ലെയർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കേക്ക് കഴിക്കുമ്പോൾ സുഖം തോന്നത്തില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് തിക്കായിട്ട് തന്നെ ആദ്യത്തെ ലെയർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അതിന് ഒരുപാട് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാനൊന്നും ഒരുപാട് എക്സ്പീരിയൻസിൻ്റെ ഒന്നും കാര്യമില്ല. കാരണം അതിൽ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ പുറമേ ഇടുന്നത് കൊണ്ട് തന്നെ ഒത്തിരി എളുപ്പമാണ്. മറ്റ് കേക്കുകളൊക്കെ ഉണ്ടാക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഇത് ഒരുപാട് എളുപ്പമാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചെറിയ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു നമ്മുടെ കയ്യിൽ ഫ്രഷ് അങ്ങനെ ചെറിയായിട്ട് കിട്ടാനില്ലെന്നുണ്ടെങ്കിൽ പകരം ചെറിയ സിറപ്പ് ചേർത്ത് കൊടുത്താലും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഈ ചെറിയ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതേ പ്രോസസ്സിങ് തന്നെ രണ്ടാമത്തെ ലെയറും മൂന്നാമത്തെ ലെയറും കൂടി ചെയ്തെടുക്കുക. ഇതേ രീതിയിൽ തന്നെ രണ്ടാമത്തെ ലെയർ വെക്കുക, ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കുക, വീണ്ടും വിപ്പിംഗ് ക്രീം അതുപോലെ തന്നെ ചെറിയ കട്ട് ചെയ്തത്, പിന്നെ മൂന്നാമത്തെ ലെയറും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ 3 ലെയറും വെച്ച് കൊടുത്ത് ഒന്ന് ക്രം കോട്ടിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരുപാട് ഷേപ്പ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഫ്രീസറിലേക്ക് വെക്കാം, ചെറുതായിട്ടൊന്ന് സെറ്റായി വരാനായിട്ട്. അതിനുശേഷം ബാക്കി ക്രീം കൂടി ഒന്ന് തേച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ ഇതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് തന്നെ ടോപ്പിലേക്ക് കുറച്ചുകൂടി വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് പാലറ്റ് നൈഫ് വെച്ച് ലെവലാക്കി എടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഒരുപാട് അങ്ങ് ലെവൽ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗണേഷ് തയ്യാറാക്കി എടുക്കാം. ചോക്ലേറ്റ് ഗണേഷിനായിട്ട് ഇവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്താണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 1:2 എന്നുള്ളൊരു റേഷ്യോയിലായിരിക്കണം നമ്മൾ ചോക്ലേറ്റ് ഗണേഷൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും എടുക്കുന്നത്. ചോക്ലേറ്റിൻ്റെ നേർ പകുതിയായിരിക്കണം ഈ വിപ്പിംഗ് ക്രീം എടുക്കുന്നത്. ആ ഒരു അളവാണ്. ഒന്നെങ്കിൽ അത് ഓവനിലോട്ട് വെച്ച് അല്ലെങ്കിൽ അടുപ്പയിലാണെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ ചോക്ലേറ്റ് ഗണേഷൊക്കെ ഒഴിച്ച് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം കൊണ്ട് ചെറിയൊരു ഫ്ലവറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു ക്യാമറ ഇടയ്ക്ക് ഓഫായിപ്പോയി, ഞാനത് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കുറച്ച് ഭാഗം ഇതിൽ മിസ്സിങ് ആയിപ്പോയി. ആ ഗണേഷ് ഒഴിക്കുന്ന ഭാഗമൊന്നും എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല, സോറി. ഇനി ഈ ഫ്ലവറിൻ്റെ ഇടയിൽ കൂടി കുറച്ചുകൂടി ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പം ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു 1/2 പാർട്ട് വരെ ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇത് ഞാൻ ഫ്രണ്ടിൻ്റെ മോൾക്ക് വേണ്ടി, അവളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്, അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഈ കേക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം മോളുടെ ബർത്ത്ഡേക്ക് ആയതുകൊണ്ട് തന്നെ മോളുടെ പേര് കൂടി ഇവിടെ എഴുതി വെക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് മൊത്തത്തിൽ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കണ്ട. ഇനി ഇതിൻ്റെ ഈ സൈഡ് ഭാഗത്തിൽ മാത്രമേ ഇടയിൽ കൂടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതാ ഇതുപോലെ ചോക്ലേറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ചെറീസും കൂടി വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് വലുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് ചോക്ലേറ്റ് സൈഡിലൂടെ ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് എളുപ്പമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. കാരണം ഇതിൽ നമ്മൾ ഐസിങ് ചെയ്യുമ്പം ഒരുപാട് അങ്ങ് നല്ല ഷേപ്പാക്കി എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇതുപോലെ ചോക്ലേറ്റ് മുകളിലും താഴെയൊക്കെ സൈഡിലൊക്കെ വരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആർക്കും തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കേക്കാണിത്. അപ്പോൾ ആ സൈഡ് കോട്ടിങ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ചെയ്യേണ്ടത് താഴെ ഒരു ബോർഡർ ലൈനും കൂടെ വിപ്പിംഗ് ക്രീം വെച്ചൊന്ന് ബോർഡറും കൂടി ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഈ നോസിൽ കൊണ്ട് ഞാൻ താഴത്തെ ബോർഡറും കൂടി ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്കിന് ഒന്നുകൂടി ഒരു എടുപ്പുണ്ടാകും കാണാനായിട്ട്. അപ്പം താഴത്തെ ബോർഡറൊക്കെ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ കേക്ക് ഇപ്പോൾ ഏകദേശം ശരിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൽ പേരും കൂടി എഴുതാനേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാനിതിലേക്ക് പേരും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ജെനിഫർ എന്ന് പറയുന്ന മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ വർക്കെല്ലാം ഇവിടെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കേക്ക് ഇഷ്ടമായിട്ടുണ്ടല്ലോ അല്ലേ? അപ്പം നിങ്ങളും ഇനി ഇതുപോലെ വീടുകളിൽ കേക്ക് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വീടുകളിൽ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.